എന്ത് മനോഹരമായ സ്ഥലം. ഇവിടെ തന്നെ താമസിക്കാൻ തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാണ് മോട്ടു. നമ്മൾ 4 പേരും ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മൾ 4 പേരല്ല 5 പേരുണ്ട്. നമ്മുടെ ചായക്കട ചേട്ടനെയും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് സമൂസ ആരുണ്ടാക്കി തരും? പൊളിച്ചെടുത്തല്ലോ. ഇത്രയും സുന്ദരമായ സ്ഥലത്തും നിനക്ക് സമോസയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. വന്നേ നമുക്ക് ടെന്റ് കെട്ടാം. പൊളിച്ചെടുത്തല്ലോ. ഓയ്, മോട്ടൂനെ കൊണ്ട് ടെന്റ് കെട്ടാനൊന്നും കൊള്ളില്ല. അവന് സമോസ കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നിന്റെ കണ്ണ് എവിടെയാണോ? ഇനി നമുക്ക് റിസ്ക് എടുക്കുന്നൊന്നും വേണ്ട. വലിച്ചു കെട്ടുന്നത് സ്വയം ചെയ്താ മതി. വരൂ. കയറ് നല്ലോണം മുറുക്ക പിടിച്ചോ, അല്ലെങ്കിൽ ടെന്റ് പറന്നു പോകും. എന്റെ രോഗികളാണ് സത്യം. ഇനി ഞാൻ ഒരിക്കലും ട്രെക്കിങ്ങിന് വരില്ല. വന്നാൽ തന്നെ ടെന്റ് കെട്ടാൻ കൂടില്ല. ടെന്റ് കെട്ടാൻ കൂടിയാലും കയറ് ഞാൻ പിടിക്കില്ല. കയറ് പിടിച്ചാലും മുറുക്ക പിടിക്കില്ല. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക, നിങ്ങളൊന്ന് തെളിച്ച് പറഞ്ഞേ. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തതെന്ന് എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യല്ലേ. ചെക്കിംഗ് ഭൂമിയിലല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ആകാശത്തും ഇങ്ങനെയൊക്കെ ആയോ? എന്റെ മോട്ടോ, നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ. ആലോചിക്കാനൊന്നും നേരമില്ല. ഒന്നേ ചെയ്യാനുള്ളൂ. കയറ് മുറുക്ക പിടിച്ചോ. പൊളിച്ചെടുത്തല്ലോ. മുറുക്ക പിടിക്കണമെന്ന് പറഞ്ഞതാണല്ലോ. ഇപ്പൊ മുറുക്ക പിടിച്ചിട്ടൊന്ന് പറക്കാണല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. നിർത്ത. കാടിനെ തീ വെക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. കാടിനെ അല്ല തീ വെക്കാൻ പറഞ്ഞത്, ഈ വിറകിനെ തീ വെക്കാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ദാ നോക്കിക്കോ, ഈ കല്ലിന്റെ ഏത് ഭാഗത്ത് കൂടെയാണ് തീ വരുന്നതെന്ന്. എടോ കസീട്ടാറാമേ, ജീവിതകാലം മുഴുവനും ഇങ്ങനെ കല്ല് വരച്ചോണ്ട് നടന്നാ മതിയോ? നമ്മുടെ കൂടാരത്തിൽ മണ്ണെണ്ണയുണ്ട്. ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതൊഴിച്ചാൽ കുറച്ചുകൂടെ നല്ലോണം കത്തും. നിക്ക്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. പൊളിച്ചെടുത്തല്ലോ. നിനക്ക് ആളെ കൊല്ലുന്ന കാര്യത്തില 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത്. പൊളിച്ചെടുത്തല്ലോ. ഇല്ല, എനിക്ക് അതിനില്ല. അമ്മേ രക്ഷിക്കണേ, എന്റെ നടു ഒടിഞ്ഞു. ഈ സമൂസ നല്ലോണം മൊരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കഴിക്കുമ്പോ ഒരു സുഖം കിട്ടൂലെന്നേ. ഇവന്റെ ബാഗ് മുഴുവനും സമൂസ ആയിട്ടാ വന്നിരിക്കുന്നേ. ഇവന്റെ സാധനങ്ങൾ മുഴുവനും എന്റെ ബാഗിലാ കുത്തി കയറ്റിയിരിക്കുന്നേ. ഓയ്, നമുക്ക് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാ ലോകം സ്വർഗതുല്യമായി കാണപ്പെടും. സ്വർഗം കാണാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാലേ മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മളൊക്കെ സ്വർഗവാസികളായി തീരും. എന്തൊരു ഉയരവാൻ നോക്കിയേ. എന്നെ കൊണ്ടൊന്നും വയ്യ. പൊളിച്ചെടുത്തല്ലോ. മോട്ടോ, നീ അതിനെ കുറിച്ച് വെറുതെ വിഷമിക്കണ്ട. ഞങ്ങള് നിന്നെ കയറിൽ വലിച്ചിങ്ങനെ കേറ്റിക്കോളാം. എങ്കിൽ ശരി, ഞാൻ വരാം. ഇതുപോലെയുള്ള ചെറിയ പർവ്വതങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നേ? ഓയ് മോട്ടു, എന്റെ ബ്രോ, സോറി. എന്റെ ഗരുഡദേവാ, നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കണേ എന്റെ ഗരുഡദേവാ. ഇതെന്താ? അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ മോട്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ എന്താ ചെയ്യാ? നിനക്ക് അറിഞ്ഞൂടെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന്? നീ തന്നെ ആലോചിക്കേ. ഇപ്പൊ വയറ് നിറയാൻ പോകുന്നത് ഈ പരുന്തും കുഞ്ഞിന്റെയാ. അതെ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതിന്റെ വായിൽ നിന്നും ഇപ്പൊ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ. അപ്പോ ഈ എന്നെ ആരാ രക്ഷപ്പെടുത്തുക? എത്രയും പെട്ടെന്ന് ഈ കൂടിന് പുറത്ത് കടക്കാം നോക്കാം.
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് വീഴുന്നത് ഇതിന് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉരുണ്ട് കളിച്ചാലോ? വരൂ, നമുക്ക് കുറച്ചുകൂടെ അതിനെ സന്തോഷിപ്പിക്കാന്നേ. താങ്ക് യു ചങ്ങായി, നീ വളരെ നല്ലൊരു കുട്ടിയാണ്. ഇതിനെ വേഗം തിരികെ കൂട്ടിലാക്കിയിട്ട് വരാം, അല്ലെങ്കിൽ തള്ളപ്പരുന്ന് കരുതും ഇതിനെ നമ്മള് ഇവിടെ നിന്നും കൊണ്ടുപോയി ഉപദ്രവിച്ച് കളയോന്ന്. അങ്ങനെ എങ്ങാനും സംഭവിച്ച നമ്മുടെ കാര്യം പോക്ക. ഇത് എത്ര നല്ല കുട്ടിയല്ലേ? ഇതിനെ കണ്ടില്ലെങ്കിൽ ഇതിനെ തള്ളപ്പരുന്ന് ഒരുപാട് വിഷമിക്കും അല്ലേ പത്ലു? പത്ലു, നിന്റെ നിഴൽ നിന്നാ പത്ലു ഇത്രയും വലുപ്പം? നീയൊന്ന് മേലേക്ക് നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും ഇതെന്താന്ന്. അത് നമ്മളുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടല്ലോ. എന്റെ മോട്ടോ, നീ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ, അല്ലെങ്കിൽ കഴുത്തിന് മുകളിൽ തല കാണില്ല. എന്റെ പത്ലു, ഞാനെന്ത് ആലോചിക്കാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്കട്ടെ പത്ലു. ഐഡിയ. ആലോചിക്കാൻ സമയമില്ല, ഒളിമ്പിക്സിൽ ഓടാണെന്ന് കരുതി ഓടിക്കോ. എന്റെ മോട്ടോ, ഇത്രയ്ക്ക് വേഗത വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ കാവിലമ്മേ, രക്ഷപ്പെട്ടു. നമ്മളിപ്പോ ഏതോ ഗുഹയിലാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് പുറത്തിറങ്ങി നോക്കാം ആ പരുന്ത് പോയോ ഇല്ലയോന്ന്. പൊളിച്ചേ, ഗരുഡ റാണി പോയി പത്ലു. എന്റെ അമ്മേ. അതാ പോകുന്നു മോട്ടുവും പത്തലും. പൊളിച്ചെടുത്തല്ലോ, ആ പരുന്ത് അവരെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എടോ കസീട്ടാറാമേ, ഇത്രയും വലിയ മാരകങ്ങളൊക്കെ എവിടുന്നാണോ ചാടി വീഴുന്നത്? ഓരോരോ തൊന്തരവ് വന്ന് ചാടിക്കോളും. വേഗം വേഗം, അത് നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. പൊളിച്ചേ, ഡോക്ടർ ജക്ക, ആദ്യമായിട്ടാ നിങ്ങളുടെ കണ്ടുപിടുത്തം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നത്. വല്യേട്ടാ, രക്ഷിക്കൂ വേഗം. ഇതിന്റെ വായന എന്തൊരു നാറ്റമാ. അല്ലൊന്നും തേക്കാറില്ലേ നീ? പത്ലു, എന്തെങ്കിലും ഒന്ന് ചെയ്. ഇത് എന്നെയും കൊണ്ടേ പോകുന്നാ തോന്നുന്നത്. ഞാനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നും സംഭവിക്കില്ല. എത്രയും പെട്ടെന്ന് ഇതൊന്ന് താഴേക്ക് പറപ്പിക്കേ. അവസാന നിമിഷത്തിൽ ഇതൊന്ന് വേഗം മേലോട്ട് പോക്ക്. പൊളിച്ചേ. എന്റെ പൊന്നെ, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്റെ പുറകിൽ ഇങ്ങനെ വരുന്നേ? എനിക്കിനി ഓടാൻ വയ്യ. എന്റെ ഈശ്വരാ. മുകളിലുള്ളവനെ ശരിക്കും വിളിച്ചോ. ഇതോടുകൂടെ നമ്മുടെ ട്രെക്കിംഗ് അവസാനിക്കുകയാണ്. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഓ, വിമാനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പൊളിച്ചെടുത്തല്ലോ. പൊളിച്ചെടുത്തല്ലോ. നമ്മളിത് വീണ്ടും ഈ പരുന്തിന്റെ കൂട്ടിൽ തന്നെയാണല്ലോ എത്തിപ്പെട്ടത്. ഇതുകൊണ്ടാണ് അപ്പൊ പറയുന്നത് ലോകം ഉരുണ്ടിട്ടാണെന്നല്ലേ. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ നമുക്ക് എന്താ സംഭവിക്കുക? സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന്. വേണ്ട.
watch India's largest kids library only on Jio Hotstar. Download the app now.